അങ്ങനെ CPM-നെ തകർക്കാൻ ആദ്യം കണ്ണൂർ ജില്ലയെ ദത്തെടുത്തു, പിന്നീട് ആലപ്പുഴയെ ദത്തെടുത്തു, നിരവധി ജില്ലകളെ ദത്തെടുത്തു, നിരവധിയായ ഞങ്ങളുടെ സഖാക്കളെ കൊന്നു RSS. ഇതിനോട് ശക്തിയായിട്ട് നിലപെട്ട് വമ്പിച്ച രീതിയിലുള്ള പൊരുതിയിട്ടാണ് യഥാർത്ഥത്തിൽ CPM ഇവിടെ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവണമല്ലോ നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഓരോന്നിലും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ പറയാനാണ്. കേരളത്തിൻ്റെ പരിസ്ഥിതി തകർക്കുന്ന നടപടികൾ സ്വീകരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തുന്ന ഏറ്റവും പിന്തിരിപ്പനായ രാഷ്ട്രീയക്കാരനാണ് അൻവർ എന്നാണ് നിങ്ങൾ ചിത്രീകരിച്ചത്. അങ്ങനെ മറന്നു പോകേണ്ട കാര്യമുള്ളതല്ല. അത് വളരെ വിദൂരമായ ഒരു ഭാവിയിലുമല്ല, ഭൂതത്തിലുമല്ല, സമീപ ഭൂതകാലത്ത് വന്ന ചർച്ചയാണ് ഞാൻ പറയുന്നത്. സാമൂഹ്യദ്രോഹി എന്ന നിലയിലുള്ള പ്രതിപാദനത്തിനായിരുന്നു പൊതുവിൽ മാധ്യമങ്ങൾ അന്ന് ആ പദം ഉപയോഗിച്ച് അൻവറിനെ പരിചയപ്പെടുത്തിയത്. അത്തരത്തിൽ മാധ്യമങ്ങൾ ചിത്രീകരിച്ച അൻവറിനെ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ്. അവരുടെ പരാതികളെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി ഉപയോഗിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എന്നതുകൊണ്ട് മാത്രമാണ് അൻവറിനെ അന്ന് അവർ എതിർത്തത്. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് രാഷ്ട്രീയ വിരുദ്ധത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അവസരം നൽകുന്ന ഒന്നാണ്. അൻവർ പിന്തുണക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒപ്പം നിൽക്കുമെന്നും അതാണ് അൻവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവസാനം വരെ പറഞ്ഞിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അൻവർ പ്രസ്താവിച്ചപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ചിത്രീകരിച്ച് ഒറ്റ മിനിറ്റ് കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ചിത്രത്തിൽ അങ്ങോട്ട് മാറ്റം വരുത്തിയിട്ട് അവിടെ ഒരു പുതിയ ജീവി താരതമ്യം ചെയ്യാനല്ലേ നിങ്ങളെല്ലാം പുറപ്പെട്ടത്? എത്ര വേഗമാണ് മാറുന്നത്! ആ മാറ്റമാണ് കേരളം കണ്ടത്. അപ്പോൾ അൻവർ തന്നെ പറഞ്ഞു ആ ജീവി അത്ര മോശമല്ല, എലി, അതാണല്ലോ നിങ്ങൾ ഉപമിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അങ്ങേ അറ്റം വരെ കൊണ്ടുപോയി അതിൻ്റെ ഭാഗമായിട്ട് അൻവറിനെ എങ്ങനെയാണ് ഉപയോഗിക്കാനാവുക എന്നുള്ളതാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ പാർട്ടികളും യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ അയാൾ മോശക്കാരനാവുന്നു പ്രക്രിയയാണ് അൻവറിൻ്റെ ഇക്കാര്യത്തിലും അവർ ആവർത്തിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ സർക്കാരിൻ്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും എതിർക്കുവാനുള്ള സാധ്യതകൾ അന്വേഷിക്കുന്ന മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഘോഷമാക്കി മാറ്റുവാനാണ് ഇപ്പോഴവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം മോഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമ സുഹൃത്തുക്കളും ഓർക്കുന്നത് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയമായ കാര്യം വെച്ച് ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും ആക്രമിക്കുന്നതിന് ഇത്തരത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളൊന്നും വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. തികച്ചും രാഷ്ട്രീയമാണ് എന്ന് സുധാകരൻ്റെ പ്രസ്താവനയോടുകൂടി എല്ലാവർക്കും മനസ്സിലായി. ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരമായിരുന്നു, ഇന്ന് കോൺഗ്രസിൻ്റെ സമരമായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ സുധാകരൻ പറഞ്ഞത് പോലീസിനെ നേരിടുന്നതാണ്, സമരരംഗത്തല്ല എവിടെയായാലും. ഇതാ മറ്റോ DYFIക്കാരാണ് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങളുടെ മാധ്യമങ്ങൾ എന്തായിരുന്നു ഇന്നത്തെ വാർത്തയായിട്ട് വരിക? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിൽ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ DYFIക്കാരോ ആരെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ ചർച്ച, ഇന്നലത്തെ ചർച്ച? എന്തെങ്കിലും ചർച്ച നടത്താൻ പറ്റാത്തത്? പോലീസിനെ ആക്രമിക്കും, നാട്ടിലായാലും ആക്രമിക്കും എന്ന് പറയുന്ന ഭരണഘടനാ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ആഹ്വാനത്തെയും നിലപാടിനെയും നിങ്ങൾക്ക് എതിർക്കാൻ എന്തേ പറ്റാതിരിക്കുന്നത്? ഇന്നും പറഞ്ഞിരിക്കുകയാണ്, അടിക്കുക, പോലീസിനോട് പറയുകയാണ്. അക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള രീതിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രീയം മാത്രമല്ല, അക്രമ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. പിന്നെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള
ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചില പത്രങ്ങൾ പണ്ടൊക്കെ തലക്കെട്ടിലാണ് സമ്മേളനത്തെപ്പറ്റി എഴുതാൻ തുടങ്ങി. മുമ്പൊന്നും ബ്രാഞ്ച് സമ്മേളനത്തെപ്പറ്റി ആർക്കും അറിയുന്നില്ല. ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞാലാണ് ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞാൽ ഇത് 38,000-ലധികം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ കേരളത്തിൽ നടക്കുകയാണ്. ഈ ഒരു മാസക്കാലം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ 38,000 ബ്രാഞ്ച് സമ്മേളനത്തിലധികം നടക്കണം ഓരോ ബ്രാഞ്ച് സമ്മേളനവും. അതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും അവിടെ ഇവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ബ്രാഞ്ച് സമ്മേളനം മുഴുവൻ വമ്പിച്ച രീതിയിലുള്ള കുഴപ്പമാണെന്ന് വരുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. അഞ്ചാം പടി ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. അഞ്ചാം പടി ആയതുകൊണ്ട് എന്താ എൻ്റെ നാടാണെന്നുള്ളതുകൊണ്ട് മാത്രം ഞാനെന്ത് പറയാണ്ടിരിക്കണം. ഏതെങ്കിലും സമ്മേളനങ്ങളൊക്കെ ചിലപ്പോൾ അവിടുത്തെ പ്രാദേശികമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൊണ്ട് നിർത്തിവെച്ചിട്ടുണ്ടാവും. അങ്ങനെ നിർത്തിവെക്കാൻ പാടില്ല എന്നൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അതാ പറയണ്ടത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു അജണ്ട കൈകാര്യം ചെയ്യാണ്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിൽ തന്നെ സമ്മേളനം അലങ്കോലമാകുന്നു. സമ്മേളനം അലങ്കോലമാവില്ല. സമ്മേളനം നിർത്തിവെച്ചിരിക്കുന്നു. സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രക്രിയ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആയിട്ടില്ല. ബ്രാഞ്ച് സമ്മേളനം ഇനി ഒരു മാസമുണ്ട് എല്ലാം കൂടി ചേർന്ന് പൂർത്തിയാവാൻ. കാരണം ഇതൊക്കെ സാധാരണ രീതിയിലുള്ളൊരു ഒപ്പിച്ചു പോകുന്ന സമ്മേളനമല്ല. ഇപ്പോൾ ചില പത്രങ്ങൾ ഇപ്പോഴങ്ങനെ എഴുതിയിട്ടുള്ളത് ആളെ കിട്ടാനില്ല സമ്മേളനത്തിൽ ബ്രാഞ്ച് സമ്മേളനത്തിലൊക്കെ ഏതാണ്ട് 100% അറ്റൻഡൻസാണ്. അല്ലാണ്ട് ആളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് സമ്മേളനം നടത്തണമെന്നല്ല സമ്മേളനത്തിൻ്റെ രീതി. പങ്കെടുക്കേണ്ടുന്ന അത്യപൂർവം എന്ന് പറഞ്ഞാൽ അസുഖമോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ മരണമോ ഉള്ളതൊഴിച്ച് ബാക്കി 100% അറ്റൻഡൻസോടുകൂടിയാണ് സമ്മേളനം നടക്കുക. ബ്രാഞ്ച് സമ്മേളനം വരെ. ലോക്കൽ സമ്മേളനമൊക്കെ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള പ്രതിനിധികളാണല്ലോ വരിക. അവിടെ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളനത്തിലാണ് മുഴുവൻ മെമ്പർമാരും പങ്കെടുക്കുന്നത്. ബാക്കിയെല്ലാം ബ്രാഞ്ച് സമ്മേളനം തീരുമാനിക്കുന്നതാണ് ലോക്കൽ സമ്മേളന പ്രതിനിധി. ലോക്കൽ സമ്മേളനം തീരുമാനിക്കുന്നതാണ് ഏരിയ സമ്മേളന പ്രതിനിധി. അപ്പോൾ അവിടെയൊന്നും നിങ്ങൾക്ക് പറയാൻ ചാൻസ് ഇല്ല അവിടെ ആളുണ്ടായിരുന്നില്ല, കോട്ട പൂർത്തിയായിരുന്നു. കോട്ട ഞങ്ങൾ ഈ പാർട്ടി മെമ്പർഷിപ്പ് മുഴുവൻ ബ്രാഞ്ച് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മാസം കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. വളരെ ഗൗരവത്തോടുകൂടി തന്നെ സമ്മേളനം നടത്തുകയും ചെയ്യും. ചിലർ പറഞ്ഞത് രാത്രി വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു മുമ്പെല്ലാമുള്ള അനുഭവം. ഇപ്പോഴും രാത്രി വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനമുണ്ട്, പകൽ പൂർത്തിയാക്കുന്ന സമ്മേളനങ്ങളുണ്ട്. അതിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടായിരിക്കും അതിന് ദൈർഘ്യം. അതുപോലെ ചർച്ച നടന്നത് ഉൾപ്പെടെ വെച്ചുകൊണ്ടായിരിക്കും അതിന് ദൈർഘ്യം എന്നുള്ളത്. അതുകൊണ്ട് സമ്മേളനത്തെ ആക്രമിക്കാൻ വേണ്ടി സംഘടനാപരമായ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അതിശക്തിയായ രീതിയിലുള്ള എഴുത്ത്. ഞാൻ പത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, എപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പേരെല്ലാം. അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല. അവരുടെ എല്ലാം പേര് പറയാൻ തന്നെ അവരെത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നിലപാടുകളിലാണ്. അപ്പോൾ പാർട്ടിയിലാകെ കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ കള്ളപ്രചാരവേല യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരമൊരു പ്രശ്നങ്ങളും സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സമ്മേളനം കൃത്യമായിട്ട് നടത്തി മുമ്പോട്ടേക്ക് പോകുന്നതിനുള്ള സംഘടനാപരമായ എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും ഒക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കള്ള പ്രചരണങ്ങളൊന്നും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുള്ളതുകൊണ്ട് സമ്മേളനത്തെ എന്തെങ്കിലും രീതിയിൽ അലങ്കോലപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. നിങ്ങളുടെ ഭാവനയനുസരിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിലെ പാർട്ടി മെമ്പർമാർക്ക് അറിയാം. നിങ്ങളിത് എല്ലാ കാലത്തുമുള്ള ഒരു അജണ്ടയാണെന്ന്. ഇതിൻ്റെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഭാവിയിൽ വരുന്ന അംഗങ്ങളെ ഇപ്പോഴേ പ്രവചിച്ച ചില മാധ്യമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അസാധ്യമായ കഴിവാണ്. ഈ പ്രായ സമ്മേളനം കഴിഞ്ഞിട്ടില്ല. പ്രായ സമ്മേളനം കഴിഞ്ഞ് ലോക്കൽ സമ്മേളനവും കഴിഞ്ഞ് ഏരിയ സമ്മേളനവും കഴിഞ്ഞ് ജില്ലാ സമ്മേളനവും കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനവും കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുക. സംസ്ഥാന സെക്രട്ടറിയെ അന്ന് തിരഞ്ഞെടുക്കും. അതിനുശേഷം ചേരുന്ന സെക്രട്ടേറിയറ്റാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന കമ്മിറ്റിയാണ് സെക്രട്ടേറിയറ്റിനെ തിരഞ്ഞെടുക്കുക. അതിപ്പോഴേ ഇന്നയാളാണ് സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ പോകുന്നത്, ഇന്നയാളാണ് മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയ നിരീക്ഷകൻ, രാഷ്ട്രീയ ലേഖകൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് തോന്നിയാസവും എഴുതുന്നതിന് CPM ആകുമ്പോൾ യാതൊരു മടിയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിൽ ഒരു പറ്റം. അതുകൊണ്ട് ഇമാതിരിയുള്ള എഴുത്തും ഇതെല്ലാം കുറേ കൊല്ലമായിട്ട് കുറേ പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് CPM കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്കെട്ടായി ഈ കേരളത്തിലെ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന പാർട്ടി കോൺഗ്രസ് വരെയുള്ള എല്ലാ സമ്മേളനങ്ങളും കൈകാര്യം ചെയ്തു പോകുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതും ഞങ്ങളുടെ കുറിപ്പിൻ്റെ ഭാഗമായിട്ട് ചില ഭാഗങ്ങൾ നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മാതൃഭൂമിയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, മനോരമയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പാർട്ടി സമ്മേളനം എങ്ങനെ നടത്തണം എന്ന സംബന്ധിച്ച് ഇന്നും വന്നിട്ടുണ്ടല്ലോ, ഇതിനിടെയും വന്നിട്ടുണ്ട്. നല്ലത്. ഞങ്ങൾ എന്തൊക്കെയാണോ നിർദ്ദേശിക്കുന്നത് ആ നിർദ്ദേശങ്ങളൊക്കെ ഇന്ന നിർദ്ദേശങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാനൊന്നും പറ്റുന്നതല്ല. വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ചേർത്തിട്ടില്ല. നല്ലത്. ഞങ്ങൾക്കതിലൊന്നും വേറെ പ്രശ്നമില്ല. ഞങ്ങൾ കർശനമായ രീതിയിൽ തന്നെ സമ്മേളനം ഗൗരവത്തോടുകൂടി നടത്തണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അത് ആ രീതിയിൽ തന്നെയാണ് നടത്തുകയും ചെയ്യാം. അപ്പോൾ ഫെബ്രുവരി മാസം നടക്കേണ്ടുന്ന സമ്മേളനത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ അജണ്ട വെച്ച് അതിൻ്റെ ആളുകളെ തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് പോകുന്ന നിലയൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിൻ്റെ അജണ്ട ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾ ധരിക്കേണ്ട. നിങ്ങൾക്ക് അജണ്ടയെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ഈ കഥ എഴുതുന്ന ആളുകൾക്ക് എഴുതാം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇന്നിപ്പോൾ ചില പത്രങ്ങൾ വളരെ വലിയ പണ്ടക്കാ തലക്കെട്ടിൽ എന്തോ ഭയങ്കരമായ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം പാർട്ടിക്കും ഗവൺമെൻറ്റിനൊക്കെ വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പ്രശ്നം? തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിൽ UDF 3-ാം സ്ഥാനത്തും LDF 2-ാം സ്ഥാനത്തും 1-ാം സ്ഥാനത്ത് BJP വന്ന കാര്യം സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രശ്നമാണ്. ഞാൻ തന്നെ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ആ കാര്യം മുഴുവൻ ഇതിനു മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? BJPയുമായി CPIM ADGPയുമായി ഒരു ലിങ്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള കള്ളക്കഥ പറഞ്ഞുകൊണ്ടാണ്. തികച്ചും തെറ്റായ, അവാസ്തവമായ, അസംബന്ധമായ ഒരു റിപ്പോർട്ടിൻ്റെ മേലെ വാർത്തയുണ്ടാക്കിയിട്ട് ആ വാർത്ത പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ പ്രതികരിച്ചില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളിതെല്ലാം മുമ്പേ പ്രതികരിച്ചതാണ്. ഏതെങ്കിലും DGPയെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ADGPയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഏതെങ്കിലും വിഭാഗവുമായി RSSO BJPയുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കേണ്ട പ്രശ്നമില്ല. കാരണം വളരെ തുറന്നു വെച്ച പുസ്തകം പോലെ മുഴുവൻ ആളുകൾക്കും വായിക്കാൻ സാധിക്കുന്നതാണ് CPIയും അതുപോലെ തന്നെ BJPയും RSSും തമ്മിലുള്ള ബന്ധം. നിരവധിയായ സന്ദർഭങ്ങളിലായിട്ട് ഈ കേരളത്തിലെ പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി അജണ്ട വെച്ച് പ്ലാൻ ചെയ്തൊരു അഖിലേന്ത്യാ നേതൃത്വമാണ് RSSും BJPയും. നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യങ്ങൾ അറിയിട്ടുണ്ടാവില്ല, ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കണ്ണൂർ ജില്ലയെ ഒന്നാമത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി അതിനെ അവിടുത്തെ CPIനെ തകർക്കാൻ, CPIൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം കണ്ണൂരാണെന്നും ആ കണ്ണൂരിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ദത്തെടുത്ത് പ്രവർത്തനം നടത്തിയ ഒരു വിഭാഗമാണ് ഈ RSS. ഞങ്ങൾക്കിതിനെപ്പറ്റിയെല്ലാം നല്ല ധാരണയുണ്ട്. ദത്തെടുത്തു, എന്നിട്ട് 2 കോടി രൂപ ആ ദത്തെടുത്ത സന്ദർഭം പ്രഖ്യാപിച്ച സമയം തന്നെ കൊടുത്തു CPIനെ തകർക്കാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ബീഡി കമ്പനിയിൽ ഉൾപ്പെടെ അക്രമം നടത്തിയത്. മുഖപരിചയം പോലും ഇല്ലാതെ പാർട്ടി കേഡർമാരായ ബീഡി തൊഴിലാളികളെ ആരായാലും അനുഭാവിയായാലും ഉൾപ്പെടെ കൊന്നൊടുക്കി ഒരു നിശ്ചിത തീയതി നിശ്ചയിച്ചു. ആ നിശ്ചിത തീയതിക്ക് ഇത്ര മണി, 11 മണി, അന്നാണ് 11 മണിയാണ് ഉപയോഗിച്ചത്. തലശ്ശേരി താലൂക്കിൻ്റെ വിവിധ മേഖലയിൽ ബീഡി തൊഴിലാളികൾ പണിക്ക് തുടങ്ങുന്ന ആ സന്ദർഭത്തിൽ ബോംബെറിഞ്ഞു. തടത്തിൽ ബാലൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക് പറ്റി. മുഖപരിചയം പോലുള്ള എന്തെങ്കിലും ശത്രുതയുള്ള ആളുകളെല്ലാം ഭീഷണിപ്പെടുത്താനാണ്, ഭീതിപ്പെടുത്താനാണ്. ഇതാണ് RSS അന്നെടുത്ത നിലപാട്. ആ നിലപാടിനെ പറ്റി ഞാൻ നേരത്തെ തന്നെ മുമ്പ് തന്നെ ഇവിടെ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് തന്നെ പറഞ്ഞതാണ്. അങ്ങനെ CPIനെ തകർക്കാൻ ആദ്യം കണ്ണൂർ ജില്ലയെ ദത്തെടുത്തു, പിന്നീട് ആലപ്പുഴയെ ദത്തെടുത്തു, നിരവധി ജില്ലകളെ ദത്തെടുത്തു. നിരവധിയായ ഞങ്ങളുടെ സഖാക്കളെ കൊന്നു RSS. ഇതിനോട് ശക്തിയായിട്ട് നിലപെട്ട് വമ്പിച്ച രീതിയിലുള്ള പൊരുതിയിട്ടാണ് യഥാർത്ഥത്തിൽ CPIM ഇവിടെ പ്രവർത്തിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ RSSൻ്റെ BJPയുടെ അടിത്തറ വികസിക്കുകയല്ല ചെയ്തത്, ദേശീയ ശരാശരിയും കേരള ശരാശരിയും കുറയുക ചെയ്തത്. കാരണം ജനങ്ങളതിനെ ശക്തിമത്തായ രീതിയിൽ പൊരുതിയിട്ടുണ്ട് അതിനെതിരായിട്ട്. അതുകൊണ്ട് RSSുമായിട്ട് ബന്ധം ഞങ്ങളല്ല ഉണ്ടാക്കിയത്. RSസുമായി BJPയുമായിട്ട് ബന്ധമുണ്ടാക്കിയത് തൃശ്ശൂരിൽ കോൺഗ്രസ്സാണ്. മുമ്പ് നേമത്ത് കോൺഗ്രസ് തന്നെയാണ്. നേമത്ത് O രാജഗോപാലൻ ജയിച്ചതും അതിൻ്റെ പശ്ചാത്തലത്തിലാണ്, കോൺഗ്രസ് വോട്ടിലാണ്. ഇവിടെ തൃശ്ശൂരിൽ ജയിച്ചതും കോൺഗ്രസിൻ്റെ വോട്ടിലാണ്. 86,000-ലധികം വോട്ട് കോൺഗ്രസിന് അവിടെ കുറഞ്ഞിട്ടുണ്ട്. 86,000-ലധികം വോട്ട് യഥാർത്ഥത്തിൽ അവിടെ കുറഞ്ഞിട്ടുണ്ട്. 3-ാം സ്ഥാനത്തേക്ക് വെറുതെ പോയതല്ല കോൺഗ്രസ്.
ഞങ്ങൾക്കവിടെ 16,228 വോട്ട് അവിടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വോട്ട് കുറയല്ല, ഇത് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന വോട്ട് പൂർണ്ണമായി കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനേക്കാളും 16,000-ലധികം വോട്ട്, 16,228 വോട്ട് നമുക്കധികം കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിന് 86,000-ലധികം വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട്. അതിൽ ക്രിസ്തീയ വോട്ട് ഉൾപ്പെടെയാണ്. ആ വോട്ടാണ് BJP കിട്ടിയത്. എന്നിട്ടാണ് BJP 74,000 വോട്ട് ജയിച്ചത്. അത് അന്വേഷിക്കാൻ വേണ്ടി കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട് കോൺഗ്രസ്. മുരളി ഉൾപ്പെടെ അതിശക്തിയായിട്ട് അതിനെ ശക്തിയായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഉത്തരവാദി എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയാം. RSSനെയും BJPയെയും സുരേഷ് ഗോപിയെയും ജയിപ്പിക്കുന്നതിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാം, കോൺഗ്രസ്സുകാർക്കും അറിയാം. എന്നിട്ട് അത് മൂടി വെക്കാൻ വേണ്ടി ഇപ്പോഴും VD സതീശനും കോൺഗ്രസ്സുകാരും CPIM-ഉം ADGP മുഖേന RSസുകാരനെ കണ്ട്, RSS നേതാവിനെ കണ്ട് ഡീലുണ്ടാക്കിയിരിക്കുന്നു എന്ന ശുദ്ധ അസംബന്ധം പറയുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. അത് കൊട്ടിഘോഷിക്കാൻ കുറേ പത്രവും കുറേ മാധ്യമങ്ങളും അതിൻ്റെ ഫ്രണ്ട് പേജ് അതിനു വേണ്ടി വിട്ടുകൊടുക്കാൻ യാതൊരു ഉറപ്പുമില്ല. ഇതാ കാര്യം. അതുകൊണ്ട് ഞങ്ങളതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ആരോപണം. ഇതെല്ലാം ഞങ്ങൾ നിരന്തരമായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയും പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. കോൺഗ്രസ്സാണ്, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് ഭീഷണത്തിൻ്റെ പത്രാധിപര്. കോൺഗ്രസിന് ഭീഷണത്തിൻ്റെ പത്രാധിപരാരാ? പറഞ്ഞാട്ടെ. ദേശാവിന് പറയണ്ട, മറ്റേ പ്രചാരം കുറവായതുകൊണ്ട് അറിയുന്നില്ല. അദ്ദേഹം നിങ്ങൾ അറിയുന്നതല്ലേ? അദ്ദേഹം ഇപ്പോൾ BJP ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് പറയാൻ വേണ്ടിയിട്ടാണ്, വേറെ അയാളെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞല്ല. അദ്ദേഹം ഇപ്പോഴും BJPയിലേക്ക് പോയിരിക്കുകയാണ്. മനസ്സിലായല്ലേ? മോഹനവർമ്മ, കറക്റ്റ്. അപ്പോൾ അദ്ദേഹം BJP ചേർന്നു. എന്നിട്ടാണ് CPIM ലിങ്ക് ഉണ്ടാക്കിയതിനെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ള പ്രചാര വേലയാണ്. പ്രായം ഉണ്ടാക്കി ചേരാന്നാ? പ്രായം വരുമ്പോഴാണോ BJP ചേരേണ്ടത്? അപ്പോൾ UDFിൻ്റെ വലിയ പരാജയം സത്യം പറഞ്ഞാൽ മൂടി വെക്കാൻ വേണ്ടി കോൺഗ്രസ് എടുത്തു വച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഇത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഭീഷണത്തിൻ്റെ പത്രാധിപരായിരുന്ന മോഹനവർമ്മ BJPയിലേക്ക് പോയ ദിവസം തന്നെയാണ് VD സതീശൻ CPM-മായി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡീലുണ്ടാക്കാൻ RSS നേതാവിനെ കണ്ടു എന്ന കള്ള പ്രചാരവേല നടത്തിയിട്ടുള്ളത്. അത് തികച്ചും തെറ്റായ പ്രസ്താവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാ തരത്തിലും BJPയുമായിട്ട് ബന്ധമുണ്ടാക്കിയവരാണ് നിങ്ങൾ. 218 CPIM പ്രവർത്തകരാണ് RSSൻ്റെ കൊലക്കത്തിക്കിരയായിട്ടുള്ളത്. കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ 18 CPIM പ്രവർത്തകരെയാണ് RSS കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ രീതിയിൽ ഞങ്ങൾ നിരന്തരമായിട്ട് ആശയരംഗത്ത് മാത്രമല്ല കായികമായി ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് RSSൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമ സമരം രാഷ്ട്രീയ സമരമാക്കി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് K. സുധാകരനാണ്. K. സുധാകരൻ്റെ പ്രസ്താവന ഇന്ന് പത്രത്തിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന തെറ്റായ സമീപനങ്ങൾ മറ്റൊരു ദൃഷ്ടാന്തമാണ്. ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന എത്ര പോലീസിനെ ആക്രമിക്കുന്ന നിലപാടുണ്ടായാലും അതെല്ലാം പോലീസ് അതിക്രമമാക്കി രൂപപ്പെടുത്താനുള്ള ശ്രമം UDFിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ മാധ്യമങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ടുള്ള RSSൻ്റെ അക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങളെ പാർട്ടി പ്രതിരോധിച്ചിട്ടുണ്ട്. അത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ്. ആ പ്രതിരോധം തീർത്തുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ തരത്തിലുള്ള കടന്നാക്രമങ്ങളെയും രാഷ്ട്രീയമായിട്ട് തന്നെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് CPIM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. ഏത് പരിശോധിക്കുന്നില്ല? ഇല്ല, പരാതി നൽകിയില്ല. ഇല്ല, അല്ല, എഴുതി തന്നിട്ടുള്ള പരാതിയിലൊന്നും ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അദ്ദേഹം എഴുതി തന്നിട്ടില്ല. പറയുമ്പോഴും TV-യിലൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞിരിക്കുകയാണ്. ആ പറഞ്ഞതിൻ്റെ അകത്ത് ഇന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല.
അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്, ടി വിയിൽ പറയുമ്പോൾ പറയുന്ന രീതിയിൽ വൈകായിട്ട് പറയുകയല്ലാതെ കോൺക്രീറ്റായിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന രീതിയിലൊന്നും പാർട്ടിയോട് ശശിയെ പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശശിയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അതെ, അല്ലല്ല, അത് ഞങ്ങൾ പാർട്ടി തലത്തിൽ പറഞ്ഞു. പാർട്ടി തലത്തിൽ പരാതി ലഭിച്ചാൽ പരാതി പാർട്ടി തന്നെ പരിശോധിക്കും. ഇപ്പോഴും അമ്മാതിരിയുള്ള ഒരു പരാതി ഉണ്ടായിട്ടില്ല. ശശിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കും ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അതാണ് ഞങ്ങളുടെ അടുത്ത്. നിങ്ങൾ എന്തൊക്കെയാ ഉയർന്നു വന്നത്? വഴിവിട്ട് എന്ത്? അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുമല്ലോ. അതായത് അവരുമായി ബന്ധപ്പെട്ടതും അവരുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരട്ടെ. അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പൊളിറ്റിക്കലായിട്ട് ശശിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രീതിയിലുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടേയില്ല. അതുകൊണ്ട് ശശിയെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ ഇപ്പം നമ്മുടെ മുമ്പിൽ യാതൊരു കാര്യവും ഇല്ല. ഇല്ല ഇല്ല, പരാതിയിൽ എവിടെയില്ല. അല്ലല്ല, ഞങ്ങൾ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതെല്ലാം ഒന്ന് തന്നെയാണ്. അതിപ്പോൾ ജയരാജൻ്റെ നടപടി സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ലല്ലോ. നമ്മൾ നടപടി എടുത്തിട്ടില്ല ജയരാജൻ്റെ പേരിൽ. ഈ ജയരാജൻ്റെ അല്ല, പി ജയരാജൻ്റെ പേരിൽ ഒരു സംഘടന നടപടി എടുത്തിട്ടില്ലല്ലോ, ഇപ്പോഴും ഇല്ല. അത് സെൻട്രൽ കമ്മിറ്റി അംഗമാണ് പാർട്ടി സംഘടനാപരമായിട്ട്. അത് അന്നും അതെ ഇന്നും അതെ, അതിലൊന്നും ഒരു മാറ്റമില്ല. ഉറപ്പല്ലേ, ഒരു സംശയമില്ല. അല്ലല്ല, അല്ലെങ്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതിനെ പറ്റിയല്ല, അല്ലെങ്കിൽ നിയമനത്തെ പറ്റിയല്ലല്ലോ അന്വേഷിക്കാൻ പോകുന്നത്. അവിടെ നടന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനാണ് ഇപ്പോഴും ഗവൺമെൻറ് തുറന്ന മനസ്സോടുകൂടി തീരുമാനിച്ചത്. അതിൽ അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ SP സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ വേണമെന്നുള്ളത് ഒരു മാസത്തിനുള്ളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് തരും മുമ്പോട്ടേക്ക്. നീതീകരിക്കാൻ പറ്റാതെ അല്ല, അദ്ദേഹമല്ലോ അന്വേഷിക്കുന്നത്. അന്വേഷിക്കുന്നത് ആരാ? DGP ആണ്. DGPയുടെ ടീമാണ്. പേര് മാത്രമാണ്. അല്ല, അയാളല്ലോ അന്വേഷിക്കുന്നത്. ഗവൺമെൻറ് തീരുമാനിച്ച ടീമാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് അയാളും കൂടി മാറ്റി നിർത്തുക എന്നുള്ള തീരുമാനം വന്നാലാണ് നിങ്ങൾക്ക് തൃപ്തിയാകുമെങ്കിൽ അങ്ങനെ ആ തൃപ്തിക്ക് വേണ്ടി പറയാൻ ഞാനില്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഗവൺമെൻറ് രാജിവെക്കണം എന്നുള്ള മുദ്രാവാക്യം രാഷ്ട്രീയമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത്. നിങ്ങൾ ഇവിടെ രാജിവെക്കേണ്ടതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് അമ്മാതിരി വാർത്താരത്തിനൊന്നും കിടക്കണ്ട. അത് നമുക്ക് ആലോചിക്കാം. അന്വേഷണം വരട്ടെ. ഒരു മാസം എന്തിനാ ഇത്ര വെപ്രാളം? ഒരു മാസം കൊണ്ട് കാര്യം തീരൂലേ? ഒരു മാസത്തെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വരുന്ന അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അയാൾ എന്താണ് വേണ്ടത് നമുക്ക് തീരുമാനിക്കാനുള്ള സൗകര്യം വരില്ലേ? അതിലെന്താ പ്രശ്നം? അയാളെ ജൂനിയറൊന്നും അല്ല പരിശോധിക്കുന്നത്, അയാളുടെ സീനിയറാണ്. അയാൾക്ക് അതിൻ്റെ അപ്പുറത്തൊരു ഉദ്യോഗസ്ഥൻ കേരളത്തിലില്ല. DGPക്ക് അപ്പുറം ആ DGP ആണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ മേലെ നിങ്ങൾ പണ്ടാരോ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതുണ്ടാക്കണ്ട. ആയിക്കോട്ടെ, അവരെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ലേ DGP അല്ലേ? പിന്നെ ആരെയും നിങ്ങൾ എടുക്കാൻ ലോകത്തിൻ്റെ വേറെ നിങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പറ്റുമോ? അല്ല, DGP ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ വെറുതെ ആവശ്യമില്ലാണ്ട് ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഉന്നയിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് DGPയുടെ നേതൃത്വത്തിലുള്ള ടീം. അപ്പോൾ DGPയെ സഹായിക്കാനുള്ള മറ്റുള്ളവരെയാണ് ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് ആരെയും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ തന്നെ അതെന്തുകൊണ്ടെന്ന് തീരുമാനിക്കേണ്ടിയില്ല. വരട്ടെ അന്വേഷണം. നിങ്ങൾക്കിപ്പോൾ ഒരു മാസത്തെ സാവകാശം വരുന്നത് കൊണ്ട് വലിയ അപകടം സംഭവിച്ചു പോകുന്നില്ലല്ലോ. നിങ്ങൾക്ക് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യം. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം തന്നെ പറയേണ്ടത് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് ഇന്നത്തെ പത്രത്തിൽ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് നമുക്കറിയിക്കാം. ഇതിപ്പോൾ ഒരു മാസത്തേക്ക് അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തോട് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാം.
അല്ല, അത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. അതിനെന്തെങ്കിലും കാര്യം കൃത്യമായിട്ട് പറയട്ടെ. അന്നേരം നോക്കാം. അൻവർ മാത്രമല്ല, അൻവറായാലും അൻവർ അല്ലെങ്കിലും ആരായാലും എക്സ് ഓർ വൈ ആര് പരാതി പാർട്ടിയുടെ കേഡർമാരെ സംബന്ധിച്ച് പരാതി ഉന്നയിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പരാതി ഞങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ഒരു മാറ്റവും ഞങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അൻവറിന്റെ മാധ്യമത്തിൽ വന്ന വാർത്ത വെച്ചുകൊണ്ടാണല്ലോ ഇവിടെ യൂത്ത് കോൺഗ്രസും സമരം നടത്തിയത്. അതാ ഞാൻ പറഞ്ഞത്. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേവലമായിട്ടുള്ള ഒരു അന്വേഷണമാണെന്ന് നിങ്ങൾ ധരിക്കണ്ട. നിങ്ങൾ പറയുന്നതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് കോൺഗ്രസിന് യു ഡി എഫ് ഒന്നിട്ടില്ല, കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസിന് സമരം നടത്താനും അതുപോലെ തന്നെ പോലീസിനെ കടന്നാക്രമിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഒരു സംശയവും അതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയം തന്നെയാണ്. അതായത് നിങ്ങൾക്കെല്ലാമുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് നിങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് അതൊരു പ്രധാന ശരിയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു ജനപ്രതിനിധിയായ പാർട്ടിയുടെ പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായൊരു ചോദ്യമാണ്. അങ്ങനെയല്ല. അല്ല, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എൻ്റെ വായിക്കത് ഈ ബുക്കിൽ അങ്ങനെയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഇങ്ങനെയല്ല. പിന്നെ ഒരു പാർട്ടി മെമ്പറോ പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല അൻവറിനുള്ളതുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ അൻവറെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് പറയല്ല വേണ്ടത് എന്നുള്ളത് സത്യമാണ്. അതാ ഞാൻ പറഞ്ഞത്. ഒരു അടിസ്ഥാനമില്ല അതിന്, ആ പ്രചരണത്തിലൊന്നും. മുഖ്യമന്ത്രിക്ക് ഓഫീസിൽ മാത്രമല്ല കേരളത്തിലുടനീളം നിയന്ത്രണമുണ്ട്. ഓഫീസ് നിങ്ങൾ വിചാരം ഓഫീസല്ല, ഒരു ഓഫീസൊന്നുമല്ല. ഈ കേരളത്തിൽ മുഴുവൻ മുഖ്യമന്ത്രിക്ക് വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള നല്ല നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായിട്ട്. രാഷ്ട്രീയം അല്ലെ, അൻവറിന്റെ രാഷ്ട്രീയമല്ല. അൻവറിനല്ലോ സമരം നടത്തുന്നത്. സുധാകരനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അല്ലേ സമരം നടത്തുന്നത്. അവരെ രാഷ്ട്രീയമാണ്. അവരെ രാഷ്ട്രീയമാണ്. അല്ലല്ല, അൻവറിന്റെ വെളിപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ രാഷ്ട്രീയ ഉപകരണമാക്കി രാഷ്ട്രീയ സമരം നടത്താൻ വേണ്ടിയിട്ട് യു ഡി എഫ് ഇല്ല, കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും മുന്നോട്ടേക്ക് വരുന്നത് മാത്രം കണ്ടത്. അൻവർ പറയുന്നത് കേട്ട് സമരം നടത്തേണ്ടി വരുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു പരാജയത്തെ പറ്റി നിങ്ങൾ തന്നെ ഒരു ആലോചിച്ചോ? ഞാനൊന്നും പറയുന്നില്ല. അതാണ് പ്രതിപക്ഷം. അതാണ് കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷം. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. അൻവർ എന്ന് പറയുന്നത് CPIM-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സഹയാത്രികനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്നതുമായ ഒരു കാര്യം വെച്ചുകൊണ്ട് കോൺഗ്രസിന് രാഷ്ട്രീയ സമരം നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം രാഷ്ട്രീയത്തിന്റെ മുൻകൈ ഈ പ്രതിപക്ഷത്തിന് കേരളത്തിലില്ല എന്നതാണ്. അതാ അതിന്റെ അർത്ഥം. അതൊക്കെ നമുക്ക് നോക്കാം. അൻവറിന്റെ പിന്നിലോ? അൻവറിന്റെ പിന്നിൽ ആരുമില്ല. അൻവർ തന്നെ. നിങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പറഞ്ഞില്ല. എന്ത് പരാതി വന്നാലും ഒരു പരാതിയും മൂടി വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. അതെല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് പോകണം. ആരെ സംരക്ഷിക്കാനാണ്? ഈ പാർട്ടിക്ക് ആരെങ്കിലും സംരക്ഷിക്കേണ്ട വല്ല ബാധ്യതയുണ്ടോ? ഞങ്ങളതൊന്നും ആരെയും സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമില്ല. ഞങ്ങളത് കൃത്യമായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന സമീപനത്തിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് CPIM. ഒരു പ്രതിരോധത്തിലും ആര് നിങ്ങൾ പ്രതിരോധത്തിലാണെന്ന് വ്യാഖ്യാനിക്ക് വിശദീകരിക്കല്ലേ. ഞങ്ങൾ പ്രതിരോധമൊന്നുമല്ല. ഞങ്ങൾക്ക് പ്രതിരോധം വന്നില്ല. ഞങ്ങൾക്ക് ഒരു പ്രതിരോധത്തിൻ്റെയും പ്രശ്നമില്ല.
നിങ്ങളുടെ പദപ്രയോഗമാണ് അതെല്ലാം. ആരെങ്കിലും ഒരാൾ വെളിപ്പെടുത്തിയാൽ, ആരെങ്കിലും ഒരാൾ വർത്തമാനം പറഞ്ഞാൽ, ഒരാൾ ഏതെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ, ഏതെങ്കിലും പ്രായസമ്മേളനം നിർത്തിവെച്ച് അപ്പോൾ പ്രതിരോധത്തിലായി. അങ്ങനെ ഈ ഓലപ്പാമ്പ് കാണിച്ചിട്ടൊന്നും പാർട്ടിയെ ഭയപ്പെടുത്താൻ നോക്കണ്ട. അതൊന്നും നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കാൻ പറയാം, ഇതൊന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നല്ല. പാർട്ടിക്ക് ഇതിനെല്ലാം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷത്തിന് ഇപ്പോഴ് ഒരു പ്രതിപക്ഷം വന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാനാവാത്തതുകൊണ്ട് അവരെങ്ങനെയാണ് മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും രാജിവെപ്പിക്കാനാവുക എന്ന ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തോട് യോജിപ്പില്ല. അതിനെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് CPIM ഇടതുപക്ഷ ജനാധിപത്യവും മുന്നോട്ടേക്ക് പോകല്ലേ. ആര് അല്ല, ആയുധത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അല്ല, അതൊക്കെ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കും. അതിന് ആരെങ്കിലും സ്റ്റാർട്ടപ്പ് ഒന്നും വേണ്ട. അഴിമതിക്കെതിരായിട്ടുള്ള ശക്തിയായ നിലപാട് സ്വീകരിച്ച് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകും. എല്ലാം കേട്ടില്ല, മുഴുവൻ കേട്ടില്ല. മുഴുവൻ പത്രസമ്മേളനം ഞാൻ കേട്ടില്ല. പത്രസമ്മേളനത്തിലെ ചില ഭാഗം കേട്ടു എന്ന് മാത്രമേ. അതെ, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതാ ഞാൻ പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ്? അടിസ്ഥാനം വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അത് വരട്ടെ, അത് വന്നോട്ടെ, അന്നേരം നോക്കാം. പറയട്ടെ, അൻവർ പറഞ്ഞോട്ടെ. പോലീസുമായി അതിപ്പോ ഇവർ 2-3 ആളൊന്നും അല്ലല്ലോ. കേരളത്തിലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പരാതികളും പ്രശ്നങ്ങളും പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരും പാർട്ടിയുടെ ഭാഗമായി നിൽക്കാത്തവരും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഉന്നയിക്കുന്നതൊക്കെ അതിൻ്റെ മെറിറ്റിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു പ്രശ്നം ഉന്നയിച്ചാൽ ആ പ്രശ്നം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കുന്നതല്ലല്ലോ. അതിലൊരുപാട് പരിമിതികളുണ്ട്. ഭരണഘടനാപരമായിട്ടുണ്ട്, ഭരണകൂട ഘടനയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നടക്കും, ഒരു സംശയമില്ല. പക്ക നടക്കും. അതെല്ലാം പരാതി അനുസരിച്ച് പരിശോധന നടത്തും. ഇല്ല, വരുന്നില്ല. ഞാൻ പറഞ്ഞു അതിന് ഉത്തരം പറഞ്ഞു. ആര്? നിങ്ങളെല്ലാവരും നോക്കിയോ? ആരൊക്കെ എന്നെ സഹായിക്കാനോ? എന്നെ സഹായിക്കാൻ? ജയരാജൻ വരാതിരിക്കുന്നതാണ് CPM-നെ സഹായിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്കുള്ളത്. എന്നാൽ അതല്ല. അറ്റൻഡൻസിൽ ഞങ്ങൾ മാർക്ക് ചെയ്തോളും നോക്കിയിട്ട്. ഒരു കാര്യമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല, ഉണ്ടാക്കാൻ പോകുന്നില്ല, ഇനി ഭാവിയിൽ ഉണ്ടാക്കുകയും ചെയ്യില്ല. അസംബന്ധമാണ്. അസംബന്ധത്തിന്റെ അപ്പുറത്ത് എന്തെങ്കിലും പദം ഉണ്ടെങ്കിൽ അതാണ്. എനിക്കറിയില്ല. അയാൾ കണ്ടാലും കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അയാൾ കാണുന്നോ ADGP RS-കാരനെ കാണുന്നോ കാണുന്നില്ല. ഗവർണർ ഉൾപ്പെടെ അവിടെ പോയിട്ട് RS-കാരനെ കണ്ടില്ലേ? RS-ന്റെ മോഹൻ ഭഗത്തിന് കണ്ടിട്ടില്ലേ? ആര് കാണുന്നില്ല ഞങ്ങൾക്ക് പ്രശ്നം. ഇവിടെ അറിയില്ല. ഞങ്ങളും അതും തമ്മിൽ യാതൊരു ബന്ധമില്ല. അതാ പ്രശ്നം. അതാ കാര്യം. പിന്നെ വെറുതെ പറഞ്ഞാൽ മതി. അല്ല, ഞാനത് കാണുന്നോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ബാധകമായ പ്രശ്നമല്ല. CPM-നെ ഞാൻ പറ്റി പറയുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ആരെങ്കിലും കാണുന്നോ കാണുന്നില്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അവിടെയുള്ള കാര്യം അതല്ല. കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. അവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം CPIM-ന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ADGP RS-നെ കണ്ട് ഡീലുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. അസംബന്ധമാണ്. അതിന്റെ അപ്പുറം എന്തെങ്കിലും പദം ഉണ്ടെങ്കിൽ അതാണ്. അങ്ങനെയാ പറയുന്നത്. നിങ്ങൾ പറഞ്ഞതല്ലോ. CPM-ആയിട്ടുള്ള ഡീലിനെ സംബന്ധിച്ച ചർച്ച വെറുതെ വേറൊന്നും തിരിച്ചു നോക്കാൻ നിൽക്കണ്ട. അതെ, അത് ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. മുഖ്യമന്ത്രിക്ക് വേണ്ടി BJP-യുമായിട്ടോ RS-ഉമായിട്ടോ ഡീലുണ്ടാക്കാൻ വേണ്ടി ഒരാളെയും ഞങ്ങൾക്ക് അയക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഡീലുണ്ടാക്കുന്ന മോഹൻ ഭഗത്തുമായിട്ട് ഡീലുണ്ടായിക്കൂടെ? ഇവര് ഈ അസിസ്റ്റന്റ് കാണേണ്ട വൻകാരികൾ
ഞങ്ങൾക്ക് ആ രാഷ്ട്രീയമില്ലല്ലോ. ഞങ്ങൾ ഇതിനെതിരായിട്ടുള്ള അതിശക്തിയായ ഒരു രാഷ്ട്രീയ സമരം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ CPM. ഇന്നലെയും അതെ, ഇന്നും അതെ, നാളെയും തന്നെയാണ്. അതും പരിശോധിക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ അകത്ത് ADGPക്ക് എന്തെങ്കിലും ബന്ധമുള്ളൂ എന്നുള്ള കാര്യവും പരിശോധനയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എല്ലാരോടും ഏതാരോടും പരിശോധിക്കും, എല്ലാരോടും പരിശോധിക്കുന്നു. പറ. എന്തിനാണ് നിങ്ങൾ മന്ത്രി ചർച്ച ചെയ്യേണ്ട കാര്യം? വരേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധിയില്ല. ഞങ്ങൾക്ക് പ്രതിസന്ധി ഇല്ലാതുകൊണ്ടല്ലേ വരാത്തത്. നിങ്ങളൊന്നും പറഞ്ഞോ? മനസ്സിലായില്ല? അത്രയല്ലേ ഉള്ളൂ. ഇനി അത് ഈ വിഷയം മാത്രമല്ല, പല വിഷയത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ടിയുണ്ട്. നിങ്ങൾ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ചയും, ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങളെ ഏതെങ്കിലും ഒരാളെ വിളിക്കും, 15 ആളെ പറയും വിളിക്കും. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് CPM വിരുദ്ധമായ ഒരു ആശയം ഉൽപ്പാദിപ്പിക്കുന്ന ഈ വൈകുന്നേരത്തെ ചർച്ചയിൽ CPM പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം ഞങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യാൻ പോവാണ്. അത് നന്നാകാൻ